ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബജീവിതത്തിലെ ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമായി നിലനിന്നു പോകുവാനും അതിൽ ഭിന്നതകൾ വരാതെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ചു നിർത്തുവാനും നമ്മളിൽ ഉണ്ടാകേണ്ട നന്മകളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. ആ നന്മകൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ചില തിന്മകൾ കൂടി ഒഴിവാക്കുമ്പോഴേ നമ്മുടെ കുടുംബം സുരക്ഷിതമായി സമാധാനപരമായി ഈ ലോകത്ത് ജീവിക്കുവാനും നാളെ പരലോകത്ത് അംബിയാ മുർസലീങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ നമ്മുടെ കുടുംബവും ഒരുമിച്ച് ചേരാൻ സാധിക്കുകയുമുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യം, മുമ്പില്ലാത്ത വിധം കുടുംബങ്ങളിൽ സങ്കീർണതകളും പ്രശ്നങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള പരസ്പരം വേർപിരിയലുകളും കേസുകളുമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ്. അതിനിടയിലാണ് അള്ളാഹു നമ്മളോട് വഅഖദ്ന മിൻകും മീസാഖൻ ഗലീള, വിവാഹവും കുടുംബജീവിതവും ഒരു ചെറിയ കാര്യമല്ല. വർത്താനം കൊണ്ടോ ഞെട്ടിക്കൽ കൊണ്ടോ ഈഗോ കൊണ്ടോ വാശി കൊണ്ടോ തീരുമാനമാക്കേണ്ട ഒരു കാര്യമല്ല, അത്ര ചെറിയ കാര്യമല്ലത്. ഇത് അള്ളാഹു നമ്മൾക്ക് നൽകിയ ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്മാനാണ്. അതിൻ്റെ വിലയും നിലയും നമ്മുടെ ദാമ്പത്യത്തിൽ കാത്തു സൂക്ഷിക്കുമ്പോഴേ അതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയുള്ളൂ. അത് തകർക്കുന്ന ഒരു കാര്യത്തിലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ആമുഖമായിട്ട് വീണ്ടും പറയാണ്, കുടുംബം തകരുന്ന ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടാൻ പാടില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒന്ന് രണ്ട് കാര്യമുണ്ട്. അതിലൊന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിഹിതം തന്നെയാണ്. ഒരു പള്ളി മിമ്പർമെന്നൊക്കെ പല തവണകളായി നമ്മുടെ കുടുംബജീവിതത്തിൽ അവിഹിതമായ ബന്ധങ്ങൾ വരുന്നത് കാത്തു സൂക്ഷിക്കണം എന്ന് എല്ലാ മിമ്പറുകളിലും പറയാൻ മാത്രം അത്ര വ്യാപകമായി കുടുംബജീവിതം തകരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി അവിഹിത ബന്ധം മാറുന്നു. സത്യമാണത്. നിങ്ങൾ ഓരോ കൗൺസിലർമാരുടെ അടുക്കലേക്കും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരുടെ അടുക്കലേക്കും പോയി നോക്കൂ. നിങ്ങൾ കോടതികളിൽ പോയി നോക്കൂ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് കുടുംബങ്ങളിൽ ഛിദ്രതയുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാണ് വിവാഹത്തിനു ശേഷം പുരുഷനിലും സ്ത്രീകളിലും കാണുന്ന വൃത്തികേട് എന്ന് പറയണത്. കാലം ഓരോ വർഷം കഴിയും തോറും, വിദ്യാഭ്യാസം കൂടുന്തോറും, ജോലിക്ക് വേണ്ടി നമ്മളും നമ്മുടെ കുടുംബവും മക്കളും ഒന്നിച്ചു പരിശ്രമിക്കുമ്പോഴും
അവരിൽ ഉണ്ടാകേണ്ട നന്മകൾക്ക് പകരം ഇത്തരം മ്ലേച്ഛതകൾ സമൂഹത്തിൽ വ്യാപകമായി അത് പ്രശ്നമല്ല എന്നുള്ള രൂപത്തിലേക്ക് എത്തുന്നു. ഇവിടെയാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകത്തിൽ നമുക്ക് വിഷയം തുടങ്ങാം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളോട് പറയാൻ, അസ്സിന, ആരുടെയെങ്കിലും ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, വിവാഹത്തിന് മുമ്പാകട്ടെ ശേഷമാകട്ടെ, നമ്മൾ സംസാരിക്കുന്നത് വിവാഹത്തിന് ശേഷം എന്നതുകൊണ്ട് അതുമായി ഒന്നുകൂടി ബന്ധിപ്പിച്ച് സംസാരിക്കാൻ, അസ്സിന, വ്യഭിചാരം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഒന്ന് യുഫ്സിദുദ്ദീൻ, ദീൻ നഷ്ടപ്പെട്ടു തുടങ്ങും. നമുക്ക് റമദാൻ വന്നാൽ എത്ര നോമ്പോറ്റാലും സംതൃപ്തി കിട്ടൂല. ഖുതുബയിലെ ഓരോ വാക്കും നിസ്കരിക്കുമ്പോൾ നമ്മളെ നെഞ്ചത്തിങ്ങനെ വന്ന് കുത്താൻ തുടങ്ങും. നമ്മുടെ കുട്ടികളെ നമ്മളൊരു ചെറിയ കാര്യത്തിന്റെ തെറ്റിന്റെ പേരിൽ ദീനിയായി ഉപദേശിക്കുമ്പോഴും, പടച്ചോനെ, ഞാൻ എന്റെ ജീവിതത്തിൽ ആരാരും കാണാതെ ഈ വൃത്തിയേട് ചെയ്യുന്നുണ്ടല്ലോ എന്നത് നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര സാധുക്കൾക്ക് കിറ്റ് വിതരണത്തിന് പൈസ കൊടുക്കുമ്പോഴും, പടച്ചോൻ ഇതൊക്കെ അല്ലാഹ് സ്വീകരിക്കോ? കാരണം ആരാരും കാണാതെ പടച്ചോൻ കണ്ടുകൊണ്ട് കുടുംബത്തെ പറ്റിച്ച് മ്ലേച്ഛത തുടങ്ങിയിട്ട് കുറെ അയക്കണല്ലോ. ഇതൊക്കെ പാട് നാളെ പരലോകത്ത് വന്നാൽ ഇത് വേട്ടയാടും, നമ്മളെ നിരാശനാക്കും, നമ്മളെ ദീനും വന്ന് വലിപ്പിക്കും. കാരണം ഇനി നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ശൈത്താൻ തോന്നിപ്പിക്കും, ഇനി പള്ളിക്കൊക്കെ വന്നിട്ട് കാര്യമുണ്ടോ എന്ന് ശൈത്താൻ തോന്നിപ്പിക്കും, ആണിനും പെണ്ണിനും തോന്നിപ്പിക്കും. അതുകൊണ്ട് ആദ്യം ദീന് നമ്മളെ ജീവിതത്തിൽ നിന്ന് കൊണ്ടുപോകും. നമ്മൾ അറിയാതെ വ്യഭിചാരത്തിൽ പെട്ടാൽ ദീന് നമുക്ക് നട്ടാകും. വയുളിമുൽ ഖൽബ്, ഹൃദയം കടുക്കാൻ തുടങ്ങും, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വ്യത്യാസം വരാൻ തുടങ്ങും, ആളുകൾക്കിടയിൽ അഭിനയിക്കാൻ തുടങ്ങും. നല്ല ആളാണ് എന്ന് വരുത്താൻ വേണ്ടി നമ്മൾ കുറെ ആളുകൾക്ക് മുന്നിൽ ആക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഹൃദയം നമ്മൾ അറിയാതെ കറുക്കാൻ തുടങ്ങും. അവസാനം വയുഖരിബുൽ ബുയൂത്ത്, നമ്മുടെ വീടും കുടുംബവും തകരും. ഇത് വളരെ പ്രധാനമാണ്. ഞാൻ ആവർത്തിക്കുന്നു, കുടുംബം തകരുന്നതിൽ ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് അവിഹിതമാണ്. ബാക്കിയൊക്കെ ആളുകൾ ക്ഷമിക്കും, പൊറുക്കും. പക്ഷെ അവിഹിതം, സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൽ വന്നാൽ ജീവിതത്തിൽ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനോ പഴയതുപോലെ ആകാനോ മഹാഭൂരിപക്ഷത്തിനും കഴിയൂല. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഞാൻ ഇന്നും ആലോചിക്കാൻ, ചില ആൾക്കാരൊക്കെ ഇതിനെ കാണുന്ന രൂപേ, ഒരു നല്ല ദീനിയായ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള ഒരു കുടുംബം, ഭർത്താവും ഭാര്യയും മക്കളും എല്ലാവരും നല്ല നല്ല ജീവിതമാണ്. അവർക്കിടയിൽ ഇഷ്ടം, സ്നേഹം, ബാപ്പാൻ ആദരിക്കുന്ന മക്കൾ എല്ലാവരും ഒന്നിച്ചാണ്. അതിനിടയിലാണ് ഇയാൾ ഓൺലൈൻ വഴി ഏതോ ഒരു സ്ത്രീയുമായി ചെറിയൊരു ബന്ധം തുടങ്ങി. ആ ബന്ധം കളിതമാശയിൽ തുടങ്ങി, പിന്നീട് അത് സീരിയസ് ആയി. അവസാനം ഭാര്യ അറിഞ്ഞു. ഭാര്യ അദ്ദേഹത്തോട് വളരെ താഴ്മയോടെ, സ്നേഹത്തോടെ, ഇക്കാക്കാതെ നമുക്ക് പറ്റൂല, നമ്മുടെ ജീവിതം ഇത് എന്നേക്കുമായിട്ട് ഇല്ലാതായി പോണ അവസ്ഥ വരും, നമ്മക്കിടയിൽ സംശയം ഉണ്ടാവും, കുട്ടികളും അതേപോലെയാകും. അദ്ദേഹം അതിനൊരു കോമഡിയാക്കിയെടുത്തു. ഈ എന്തിനാ അതൊക്കെ സീരിയസ് ആക്കി എടുക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും ആകൂലല്ലോ. സഹോദരങ്ങളെ, അവൾ ഒരു പ്രിയതമ എന്നുള്ള നിലയിൽ എത്രയോ വട്ടം പറഞ്ഞു. അദ്ദേഹം അതിനെ നിസ്സാരമാക്കി. ഇനി പറയാൻ പോകുന്നത് സംഭവിക്കാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതുമാണ്. പക്ഷെ ചെയ്തു. സുബഹി നമസ്കാര ശേഷം ആ സഹോദരി സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്തു. ഇതൊരിക്കലും ഒരാൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഭാര്യ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയുടെ കാരണമായി അവൾ പറഞ്ഞത്, മക്കളോട് പറഞ്ഞത്, വാപ്പ ചെയ്യുന്ന ഈ വൃത്തികേട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഉമ്മ ഇത് ചെയ്തതെന്നാണ്. ഒരിക്കലും സഹോദരിമാരെ, സഹോദരങ്ങളെ, ആത്മഹത്യ ചെയ്യാൻ പാടില്ല. പക്ഷേ സംഭവിച്ചത് എന്താണെന്നറിയോ? ആളുകളും കുടുംബവും എല്ലാം ഈ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങി. ഭാര്യയുടെ മയ്യത്ത് മറമാടി അദ്ദേഹം എല്ലാം കഴിഞ്ഞ് വീട്ടിക്ക് വരുമ്പം 3 മക്കൾ വീടിന്റെ സിറ്റൗട്ടിൽ നിന്നു. വാപ്പാനോട് ഒരു പള്ളി മെമ്പറിൽ നിന്ന് ഖത്തീബിന് പറയാൻ പറ്റാത്ത വാചകം ബാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് 3 മക്കൾ പറഞ്ഞിട്ട് ഇറങ്ങടാ പെരീന്ന് പറഞ്ഞു. എന്നിട്ട് അവര് പറഞ്ഞ വാക്കെന്തറിയോ? ഞങ്ങൾ അമ്മാനെ കൊന്നിട്ട് ഈ വീട്ടിൽ നിങ്ങൾ സുഖിച്ച് ജീവിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹം ഈ നാട് വിട്ടിട്ട് പോയി, ഇന്ന് വന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ചോക്കണം കേട്ടോ. സുഖം പോയില്ലേ, സമാധാനം പോയില്ലേ, ത്രില്ല് പോയില്ലേ, ചെങ്ങായിമാർ അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു പോയില്ലേ, ഒക്കെ പോയി. ഇപ്പൊ കുടുംബമില്ല, മക്കളില്ല, വീടില്ല, നാടില്ല. സഹോദരങ്ങളെ, മരിക്കുന്നത് വരെ ഈ കുറ്റബോധം വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഇതാണ് ദീന് പറയുന്നത്. നമ്മൾക്ക് താൽക്കാലിക ഹരം കിട്ടുന്ന
ഏത് വൃത്തികേടിലേക്ക് പോകുമ്പോഴും ഇത് കുഴപ്പമില്ല എന്ന് തോന്നും. പക്ഷെ അള്ളാഹ് നിരോധിച്ചൊരു തെറ്റിക്ക് നമ്മൾ കാലെടുത്ത് വെച്ചോ, അതിന്റെ അവസാനം ഉടൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ദുരന്തം ഉണ്ടാവും. കുടുംബത്തിൽ വ്യഭിചാരം കൊണ്ട് ദുരന്തമുണ്ടാകും, ഒരു സംശയമല്ല. സഹോദരിമാരെ, ചിലപ്പോ ജോലി ചെയ്യണ സ്ഥലത്തൊക്കെ, ഞാൻ ഇന്നും ആലോചിക്കാൻ, ജോലി ചെയ്യണ സ്ഥലത്ത് കമ്പനിക്ക് ഇങ്ങനെ കൂടും, എന്നിട്ട് വർത്താനം പറയും. ആ വർത്താനത്തിൽ ചിലതൊക്കെ ഇക്കാക്കക്ക് പറ്റാത്തുണ്ടാവും. ആ കാക്ക പറ്റാത്തത് പറയുമ്പേടി അങ്ങനെ ഒരു ബന്ധം നമുക്ക് വേണ്ടട്ടോ. നിങ്ങൾക്ക് അപ്പോത്തിന് ഇന്നോട് സംശയ തുടങ്ങിയിട്ട് പുതിയ തത്വങ്ങൾ ആവിഷ്കരിക്കാൻ തുടങ്ങും. അവസാനം ആ ബന്ധം ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും ഒന്നിച്ച് ജ്യൂസ് കുടിക്കാനും ഒന്നിച്ച് വണ്ടി കൊണ്ടാക്കാനും വരുന്നതോടുകൂടി അവിഹിത ബന്ധമായി ആ വീട്ടിൽ മാറും, ഡൈവേഴ്സ് ആവും. സോ ഡൈവേഴ്സ് ആയി കഴിഞ്ഞ് കരഞ്ഞ് കാക്ക ഞാൻ ചെയ്യൂല, എന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്, ഞാൻ ഇത്ര ഗൗരവത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് കരയുന്ന എത്ര സഹോദരിമാരുണ്ട് അടുത്തോളെ, എത്ര ആളുകൾ. കഴിഞ്ഞു, ഹരം കഴിഞ്ഞു, ഹരം കഴിഞ്ഞു. കൂട്ടുകാര് ഒന്നിച്ച് ഓണത്തിന് ഫുഡ് കഴിച്ചോല്, വിഷുവിന് പടക്കം പൊട്ടിച്ചോല്, സെറ്റ് സാരി എടുത്തോല്, ഒന്നിച്ച് ടൂർ പോയോല്, നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടാണല്ലേ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയോല്, കളിയും തമാശയും ഒക്കെ നിന്നു. കാരണം കുടുംബം പൊട്ടി. കുടുംബം പൊട്ടുന്നൊരു മേഖലയിൽ മുഅ്മിനീങ്ങളെ കൈ വെക്കരുത്, കാല് വെക്കരുത്, മുഖം വെക്കരുത്, കണ്ണ് വെക്കരുത്, നാവ് വെക്കരുത്. കുടുംബം പൊട്ടുന്നൊരു ഏരിയയിലേക്ക് ലോകത്താര് തള്ളിയിട്ടാലും സുഖമാണെന്ന് പറഞ്ഞാലും അള്ളാഹ് നിരോധിച്ച മേഖലയിൽ പോകരുത്. തിരിച്ചു കിട്ടൂല, തിരിച്ചു കിട്ടൂല. പൊട്ടിയ ഗ്ലാസ് പശതെ ചൊട്ടിച്ച പോലെയാകും. പൊട്ടിയ ഗ്ലാസ് പശതെ ചൊട്ടിച്ച പോലെയാകും. പഴയതുപോലെ ആയി കിട്ടൂല. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ, ബാക്കി ഒരു തെറ്റിന്റെ വിഷയത്തിലും നിങ്ങൾ ലോട്ടറി കഴിക്കരുതെന്നാ പറഞ്ഞത്, നിങ്ങൾ ലോട്ടറി എടുക്കരുതെന്നാ പറഞ്ഞത്, നിങ്ങൾ ഹറാമ് കുടിക്കരുതെന്നാ പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കരുതെന്നാ പറഞ്ഞത്. പക്ഷേ കുടുംബം തകർക്കുന്ന സിനയെ, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് അറിയണ വാക്കാ ഖുർആൻ പറഞ്ഞത്, വലാ തഖർബു സിന, ഏരീക്ക് പോകരുത്, നാവോണ്ട് ന്യായീകരിക്കരുത്. ഇന്റെ ഭാര്യ ഇന്നെ കുറിച്ച് പറയണ, ഇക്കാക്ക നിങ്ങൾ ആ സഹോദരിയുമായിട്ട് കൂടുതൽ സംസാരിക്കണ്, എനിക്കെന്തോ ഒരു അതൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കണം. ഞാൻ ന്യായീകരിക്കാൻ നിൽക്കരുത്. കാരണം ഞാൻ അവളുമായിട്ടാണ് ജീവിക്കുന്നത്, അവളും കുട്ടികളുമാണ് എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി. നമ്മളോട് സഹോദരിമാരെ, അയാളുടെ കൂടെ ആ സമയത്ത് ഇന്നാളുടെ കൂടെ നിങ്ങൾ നിൽക്കുന്നത് ഒന്ന് കുറക്കണം എന്ന് ഭർത്താവ് പറഞ്ഞാൽ, ബുദ്ധിയുള്ള ഈമാനുള്ള തഖ്വയുള്ള ഭാര്യ അവിടെ സംസാരിക്കരുത്, അത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം ഖുർആന്റെ വാക്ക് വലാ തഖ്റബുസ് സിന, നിങ്ങൾ വ്യഭിചാരവുമായി അടുക്കരുത്, ആ ഏരിക്ക് പോകരുത്. ഇന്നഹു കാന ഫാഹിഷ, മ്ലേച്ഛമാണ്, തോന്നിയാസാണ്, വൃത്തികേടാണ്. കഴിഞ്ഞില്ല വസാഅ സബീല, അതിന്റെ വഴി എത്ര മനോഹരാന്ന് പറഞ്ഞാലും അവസാനം നിങ്ങളെ കുടുംബം തകർക്കും, സമാധാനം പോകും, അവനാന്റെ മക്കളെതിരാകും, ദാമ്പത്യമില്ലാതെയാകും, പരലോകത്ത് നരകവും കിട്ടും. ഇത് വർദ്ധിക്കുന്നു, ഇത് വർദ്ധിക്കുന്നു നിസ്സാരമായി. പുതിയ തലമുറയിലെ കല്യാണം കഴിഞ്ഞവരൊക്കെ ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി എന്ത്? എനിക്ക് 2-3 ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. ഒന്നിന്റെ ഫ്രണ്ടാണ്, ഒന്നിന്റെ ബെസ്റ്റിയാണ്, ഒന്നിന്റെ കൂട്ടത്തിൽ സങ്കടം വരും വർത്താനം പറയാനാണ്. എന്തിനാ പെണ്ണുങ്ങളെ അവർക്ക് നോക്കണത്? ഭാര്യനോട് എന്തിനാണ് നോക്കണം? എന്റെ ഫോണിന്റെ, ഞാൻ ഉപയോഗിക്കുന്ന ഫോണിന്റെ പാസ്വേഡ് എന്റെ ഭാര്യ ചോദിച്ചാൽ അനക്കെന്തിനാന്ന് ചോദിക്കണമെങ്കിൽ എഴുതി വെച്ചോളി. ആ ഫോണിൽ വ്യഭിചാരത്തിന്റെ തുടക്കം ഉണ്ടാവും. ഈ അങ്ങാടിത്തെ ഒരാളല്ലല്ലോ ചോദിക്കണത്. എന്റെ ഭാര്യ, നിങ്ങളുടെ ഭാര്യ, ഭാര്യമാരെ നിങ്ങളുടെ ഇക്കാക്ക, എടി ഇതിന്റെ വാട്സപ്പിന്റെ പാസ്വേഡ് എന്താന്ന് ചോദിച്ചാൽ അതെന്തിനാ നിങ്ങൾക്ക് നിങ്ങളെ നാവോണ്ട് ചോദിക്കണമെങ്കിൽ എഴുതി വെച്ചോളൂ. അത് വ്യഭിചാരശാലക്കുള്ള തുടക്കാണ്. ചോദിക്കാൻ ഇസ്ലാമിൽ പാടില്ല. നാട്ടുകാർ ചോദിക്കുമ്പോ പറയാ, എന്റെ ഫോൺ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ചോദിക്കാം എന്തിനാണ്. പക്ഷെ എന്റെ ഇണ, നമ്മുടെ ഇണ പരസ്പരം ഈ ഫോണിന്റെ പാസ്വേഡ് എന്താണ്, വാട്സപ്പിന്റെ പാസ്വേഡ് എന്താണ്, ടെലഗ്രാമിന്റെ പാസ്വേഡ് എന്താണ്, ഇൻസ്റ്റയുടെ പാസ്വേഡ് എന്താണ് എന്ന് ചോദിച്ചാൽ അതെന്തിനാണ് അനക്ക് എന്ന ചോദ്യം ഒരു മുസ്ലിം ചോദിക്കാൻ പാടില്ല. കാരണം എന്താ അറിയോ? എന്തേ കാരണം സോളെ, അവൾ എന്റെ വസ്ത്രമായിട്ടല്ല കൊണ്ടെന്ന് വെച്ചതാണ്. എനിക്കും അവൾക്കിടയിൽ മറണ്ടാകാൻ പാടില്ല. മറണ്ടെങ്കിൽ അതിനർത്ഥം ദാമ്പത്യം 2 കണ്ടമാകുന്നതിന്റെ തുടക്കം ഞാനോ അവളോ തുടങ്ങി വെച്ചുകിടുന്നതാണ്.
ഇത് ഇത്ര ഗൗരവത്തിൽ പറഞ്ഞാലോ, ഓൺലൈനിൽ വഴി കുറെ എണ്ണം. എന്നിട്ട് ഇങ്ങനെ രാത്രി വിളിക്കുക, വർത്താനം പറയുക, എന്നിട്ട് പെണ്ണുങ്ങൾ എത്തുമ്പോൾ ക്ലിയർ ഹിസ്റ്ററി അടിക്കുക, കുറച്ചൊക്കെ ചില ഡോക്യുമെന്റ്സ് ഒക്കെ ലോക്കാക്കി വെക്കുക, എന്നിട്ട് ചില ചിഹ്നങ്ങളിൽ മാത്രം പേര് സേവ് ചെയ്ത് വെക്കുക. വേറെ ചിലർക്ക് അവനാൻ ജോലി ചെയ്യുന്നിടത്ത് അത് സ്ട്രെസ് ഇങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് കമ്പനിയാണെന്ന് പറയാ, എന്നിട്ട് ഓലൊരു 4 ആൾക്കാർ മാത്രം എപ്പോഴും ഇങ്ങനെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവുക. അവിടെ ദീൻ പറയാൻ പറ്റൂല. അവിടെ ദീൻ പറയണല്ലോ പഴയ ആൾക്കാര്, മല്ലമാര്, മൗലൈമാര് ഓലുണ്ടാക്കിയ ദീൻ എന്താണ്? റമദാൻ മാസത്തിൽ നോമ്പ് വെക്കുക, പിന്നെ ആൾക്കാർക്ക് അടിയിലുണ്ടാവുമ്പോൾ നിസ്കരിക്കുക, പിന്നെ ഗസക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇടക്കിടക്ക് പറയാ, നാട്ടിൽ നടക്കുന്ന ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമാകുക. ഈ ഭാഗത്തൊന്നും ദീനില്ല. എന്താണ്? ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു പോകുക, ഇക്കാക്കാക്ക് ഇഷ്ടമുണ്ടോ നോക്കണ്ട. മറ്റൊരാളെ കയ്യും പിടിച്ചാണ്ട് കണ്ണടിയും വെച്ച് നിൽക്കുക, ഫോട്ടോ എടുക്കുക, അതിൽ ഇസ്ലാമിന്റെ ദീൻ അത് നോക്കണ്ട. ഇസ്ലാം ആ വിഷയത്ത് പറഞ്ഞറിയോ, ആ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങളുടെ കുടുംബം തകരും. നിങ്ങൾ നാട്ടിൽ മധ്യസ്ഥത വഹിക്കുന്ന ആൾക്കാരോട് ചോദിച്ചോണ്ടി, ഈ അടുത്ത് വന്നതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടാകുക വിവാഹത്തിന് ശേഷമുള്ള അവിഹിത ബന്ധങ്ങൾ. കല്യാണം കഴിഞ്ഞു 4-ാം മാസം, മൗലവി ഗംഭീര കല്യാണേനി, മന്ത്രിമാരൊക്കെ ഉണ്ടേനി, പക്ഷെ ഞങ്ങൾ വിചാരിച്ചില്ല ഇവനൊക്കെ എങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും. ഞങ്ങളൊന്നും വിചാരിച്ചില്ല ഓള് കോളേജത്തെ കുട്ടികളൊപ്പം പിന്നെ ഇങ്ങനെയാകും. എന്തേ കാരണം അറിയോ? വ്യഭിചാരത്തോട് മനസ്സിലുണ്ടായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ട് ആൾക്കാർക്കടിയിൽ ഉണ്ടായില്ലേ, അതൊന്നും കുഴപ്പമില്ല. ആ സാധനം കുടുംബം പൊട്ടിക്കും. മുതിർന്നവരടക്കയക്കുക. അത് ദീനീ വിരുദ്ധമാണ്. അത് പ്രവേശിച്ചാൽ സംശയമായി ബാക്കിയാകും, പിന്നെ അത് തിരിച്ചു കിട്ടൂല. ഏറ്റവും പ്രധാനമായൊരു സംഗതി എന്താ അറിയോ സഹോദരങ്ങളെ? വ്യഭിചാരത്തിനൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോ ജയിലിൽ കിടക്കുണ്ടാവൂല കുറെ ആൾക്കാർ അവിഹിത ബന്ധമുണ്ടായിട്ട് പലതും ചെയ്തതിന്റെ പേരിൽ ഇന്ന് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന കുറെ ആൾക്കാർ മനസ്സിക്ക് വരുന്നില്ലേ? ഓക്കെ, ആ ആൾക്കാരൊക്കെ എന്താ ഈ ദുനിയാവിൽ ചെയ്ത്? കല്യാണം കഴിച്ചു, മക്കളൊക്കെ ഉണ്ട്, എന്നിട്ട് വേറെ ബന്ധമുണ്ടായി. ആ ബന്ധത്തിന് എതിരായി നിൽക്കുന്നവർ ആരാണോ അത് മുഴുവനും ഈ ദുനിയാവൊന്ന് ഇല്ലാതെയാക്കിപ്പിക്കും ശൈത്താൻ. ഞാൻ ആവർത്തിക്കുന്നു, ദീനിയായി പറയട്ടോ, എന്റെ ജീവിതത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഓൺലൈൻ വഴിയോ ഓഫ്ലൈൻ വഴിയോ ആർക്കെങ്കിലും സഹായം കൊടുത്തതിന്റെ പ്രതിഫലമായി ശാരീരിക ബന്ധം അടക്കം വൃത്തികേടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ അവസാനിപ്പിക്കണം. 1 നരകണ്ടാവും, ഉറപ്പാണ്. 2 ദുനിയാവെന്ന് മാനം കെടുത്തല്ല. നമ്മളുണ്ടാക്കിയ അഭിമാനം, നമ്മളുണ്ടാക്കിയിട്ടുള്ള അന്തസ്, നമ്മുടെ കുടുംബം, നമ്മുടെ വീട് മുഴുവനും ഇത് അനുഭവിക്കേണ്ടി വരും. കുടുംബം ചിന്ന ഭിന്നാകും. കാരണം വേണ്ടപ്പെട്ടവരെ മുഴുവനും വകവരുത്താൻ ശൈത്വാനിയത്ത് നമ്മൾ പ്രവർത്തിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. സ്വന്തം ബാപ്പാനെ പട്ടിക കൊണ്ട് തലക്കടിച്ചു കൊന്നു. എത്രാമത്തെ വയസ്സിലാണ് കൊല്ലണറിയോ? ചെക്കനല്ല, 46-ാമത്തെ വയസ്സിൽ വാപ്പാനെ തലക്കടിച്ചു കൊന്നു. എന്തേ കാരണം? അവന് 2 കുട്ടികളുണ്ട്, വേറെ പെണ്ണിനേറ്റ് ബന്ധമുണ്ടായി, തോന്നിയാസ വ്യഭിചാര ബന്ധമുണ്ടായി. വാപ്പ അവൻ ഉപദേശിച്ചു, മോനെ ഉണ്ടാകരുതിട്ടോ എന്ന് പറഞ്ഞു. അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഭാര്യ അറിഞ്ഞിട്ടില്ല, വാപ്പ അറിഞ്ഞു. അവർ ഇറങ്ങുന്ന സമയത്ത് വാപ്പ എഴുന്നേറ്റു, വാപ്പാനെ പട്ടി കൊണ്ട് തലക്കടിച്ചത് കൊന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാപ്പാക്ക് നേരെ ഒരു മനുഷ്യൻ വിരലി കൊണ്ട് നമുക്ക് സഹിക്കുവോ? അവനും സഹിക്കൂലായിരുന്നു. ശരിക്കറിയാൻ കേട്ടോ, അവനും സഹിക്കൂലായിരുന്നു. ഓന്റെ വാപ്പാനൊരാൾ തെറി വിളിച്ചാൽ അവന് സഹിക്കുമായിരുന്നോ? ഇല്ല. നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മളെ വാപ്പാനും ഇമ്മാനും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്തിങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ട് നമ്മൾ തിരിച്ചു പറയാത്ത വാപ്പയുമ്മയും ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ കൈകൾ കൊണ്ട് കൊല്ലപ്പെടും. അവിഹിതം ഉണ്ടായാൽ മതി, അവിഹിതം നടന്നാ മതി. ഉമ്മാരെ, നിങ്ങളെ കുട്ടികളെ 4 മണിക്ക് എത്തുന്ന കുട്ടി 4:45 എത്തിയിട്ടില്ലെങ്കിൽ കയ്യും കാലും വറക്കാൻ തുടങ്ങൂലെ? പെൺകുട്ടിയാണെങ്കിൽ വറക്കൂലേ? വറക്കും. നമ്മളെ 4-5 ആൺകുട്ടികൾ ഇവിടെ കുളത്ത് കുളിക്കാൻ പോയിക്കണെന്ന് പറഞ്ഞിട്ട് 12 മണിക്ക് എത്താന്ന് പറഞ്ഞ് 1:15 എത്തിയില്ലെങ്കിൽ അവിടുന്ന് എന്തൊക്കെ ഒച്ചമുളിയും കേൾക്കുമ്പോ നമ്മളെ നെഞ്ചുകൂടെ ഒരു സാധനം പോകൂലേ? പോകും. നമ്മൾ ഓടൂലേ? വേണ്ട സമയം ഖുർആനോദാത്തീന് ഉസ്താദുമാര് ചൂടായിട്ട് അതിന്റെ പേരിലെങ്കിലും നൊലോളിച്ചിട്ട് നമ്മളെ കുട്ടി വീട്ടിൽ വന്നാൽ നമുക്ക് സങ്കടാവൂലേ? ആ കുട്ടികളാണ് ഉമ്മാരെ കഴുത്തറുത്തിട്ട് ഉമ്മാര് കൊല്ലണത്. വ്യഭിചാരത്തിന് വേണ്ടി, അവിഹിതത്തിന് വേണ്ടി, ഒളിച്ചോടാൻ വേണ്ടി. ഇതാ ഖുർആൻ നമ്മോട് പറഞ്ഞ അടുക്കരുതാ മേഖല. മക്കളില്ലാതെയാവും, ഭാര്യ ഇല്ലാതെയാകും, ഭർത്താവില്ലാതെയാകും, ബാപ്പല്ലാതെയാകും, സകലതും
ഇല്ലാതെയാകും. അതുകൊണ്ടാണ് ഇയ്യാക്കും വസിന, വ്യഭിചാരത്തിന്റെ മേഖലയിൽ ഒരു ന്യായവും പറഞ്ഞ് അടുക്കണ്ട. എനിക്കിങ്ങനെ ടെൻഷൻ ഫ്രീ ആകുന്നത് ഓളെ വിളിക്കുമ്പോഴാണ്. എനിക്കിങ്ങനെ മൂപ്പരുണ്ടാകുമ്പോ എന്തോ ഒരു കൂടെ ഇങ്ങനെ നിൽക്കണ പോലെ തോന്നുകയാണ്. എനിക്ക് ഇക്കാക്കാന്റെയൊക്കെ നിന്നത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ വേറെ ആളെപ്പോ ഇങ്ങനെ പോണത്. ഇന്ന ഓള് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഞാൻ വേറെ ആളെ പോകുന്നത്. ഇതൊന്നും പുതിയ 2025 കണ്ടെത്തലൊന്നല്ല. അല്ല, ആൾക്കാരൊക്കെ പറഞ്ഞിട്ടെന്താ 2020 ശേഷം ഉണ്ടാക്കി അല്ല. വ്യഭിചാരം എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങിയ ന്യായാണിത്. വ്യഭിചാരം എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങിയ ന്യായമാണിത്. എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ട്, എനിക്ക് കിട്ടാത്തത് കൊണ്ട്, ഞാൻ വിചാരിച്ചത് അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയതാണ്. അതിനാ ഇസ്ലാമിൽ വ്യഭിചാരം. അതിനെന്താ വേണ്ടറിയോ? കുടുംബത്തിൽ ചർച്ച ചെയ്യുക, പരസ്പരം സംസാരിക്കുക, വേണ്ടത് ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് അതൊന്നിച്ചു പോകൂലെങ്കിൽ നിയമപരമായിട്ട് പിരിയ, അല്ലാതെ ഹറാമിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ഇയ്യാക്കും വസിന, വ്യഭിചാരത്തിന്റെ ഏരിയയിലേക്ക് പോകരുത്. ഫഇന്നഹു യുഹ്ലികുദ്ദീൻ, മതം തകർക്കും, സ്വർഗം കൊണ്ടുപോകും, നിസ്കാരം തകർക്കും, റമദാനിലെ നോമ്പ് തകർക്കും, ഹിജാബ് തകർക്കും, ഉമ്മാരെ വാപ്പാരെ അവനാൻ അല്ലാഹു തന്ന ഈമാനെ തകർക്കും. വയുഖ്സിതു അൽ മുറൂഅ, അന്തസ്വാഭിമാനമില്ലാതെയാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ വ്യഭിചരിച്ചാൽ എന്റെ സ്കൂളിലെ 1600 ചില്ലാനം കുട്ടികൾ പിന്നെ എന്നെ അധ്യാപകനായിട്ട് കാണൂല. അറിയോ? 12 വർഷമായി അധ്യാപകനായ അദ്ദേഹമായിരുന്നോ ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് 10 കൊല്ലം മുന്നേ പഠിപ്പിക്കപ്പെട്ട കുട്ടി ചോദിക്കും. ബാപ്പാരെ, ഉമ്മാരെ, ജേട്ടന്മാരെ, നമ്മളിൽ നിന്നൊരു തോന്നിയാസുണ്ട് നമ്മളെ പെങ്ങളറിഞ്ഞാൽ, കുടുംബപരമായതുകൊണ്ട് ഭാര്യ അറിഞ്ഞാൽ, ഭർത്താവ് അറിഞ്ഞാൽ, മക്കളറിഞ്ഞാൽ പിന്നെ കുടുംബജീവിതം ഉണ്ടാവില്ല. എത്ര സഹോദരിമാർ പറഞ്ഞറിയോ? 10-20 കൊല്ലം പോലെ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു. ഇങ്ങട്ടാണ് ഞാൻ അറിയണത് ഇങ്ങനൊരു സംഗതി ഉണ്ടായിക്കണ്. ഞാൻ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചു. അവസാനം ബോധ്യപ്പെട്ടു, അദ്ദേഹം സമ്മതിച്ചു. ഇപ്പോൾ ചായ ഞാൻ ഉണ്ടാക്കി വെക്കും, അദ്ദേഹം വന്ന് കുടിക്കാൻ പോവുക. ചോദിക്കാനും പാടില്ല. അലക്കിക്കണോന്ന് ചോദിക്കാൻ നിന്നോട് ഞാൻ സമ്മതിക്കില്ല. ഇസ്തിരിട്ടുകണമെന്ന് ചോദിക്കാൻ സമ്മതിക്കല്ല. ഞാൻ എനിക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യും, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് എടുത്ത് കഴിക്കാം, വേണമെങ്കിൽ ഇട്ട് പോകാം, വേണമെങ്കിൽ വരാ, വേണമെങ്കിൽ കടക്കാം. അതിനപ്പുറം മിണ്ടരുത്. 20 കൊല്ലം ചെയ്തെന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് എനിക്കറിയാം. ഇത് പേരിലാണ് സംഭവിക്കും. തിരിച്ചു സഹോദരിമാരെ, അവനാന്റെ വീട്ടിക്കാണ് കൊണ്ടെന്നാക്കും. അവിടെ വാപ്പാക്ക് 60-ാമത്തെ 70-ാമത്തെ വയസ്സിൽ ഗുളിക കുടിക്കണ വാപ്പാക്ക് മൂത്ത മകളായ നിങ്ങൾ അവിഹിത ബന്ധത്തിന്റെ പേരിൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയതറിഞ്ഞാൽ നെഞ്ചുവേദന കൂടും. അതിന്റെ പേരിലെങ്ങാനും ബാപ്പാക്കോ അമ്മാക്കോ മരണം സംഭവിച്ചാൽ ജീവിതകാലം മുഴുവൻ ബാപ്പാന്റെയും ഉമ്മാന്റെയും മരണത്തിന്റെ കാരണക്കാരിയായതിന്റെ സങ്കടവും പേറി ഈ ദുനിയാവിൽ ജീവിക്കേണ്ടി വരും. ഒരു സന്തോഷം കിട്ടൂല. വെറുതെ പറയ കൂട്ടരെ, സന്തോഷം കിട്ടും. സന്തോഷം കിട്ടുമെന്ന് ആരാ പറയണറിയോ? ഖുർആന്റെ ആയത്ത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഖുർആന്റെ ആയത്ത്, അള്ളാഹുവിന്റെ ആയത്ത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറയാണ്, യഇദുഹും, ശൈത്വാൻ അവർക്ക് വാഗ്ദാനം കൊടുക്കും. ഇത് നമ്മുടെ നെഞ്ചത്ത് വരണട്ടോ. ശൈത്താൻ അവർക്ക് വാഗ്ദാനം കൊടുക്കും. വയുമന്നീഹിം, അവരെ മോഹിപ്പിക്കും. എന്താ വാഗ്ദാനം അറിയോ? ഇപ്പോഴാണ് ശരിക്കും ഒരാളെ കിട്ടി. ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ പറയുമ്പോ സമാധാനം കിട്ടണില്ലേ? എന്റെ കല്യാണം ശരിയല്ലേനടാ, ശരിക്കും ഇപ്പോഴാണ് എനിക്ക് നല്ലൊരാളെ കിട്ടിയത് എന്ന് ശൈത്താൻ മോഹിപ്പിക്കും. പിടിക്കൂല, അതൊന്നും അറിയില്ല. അറിഞ്ഞാൽ തന്നെ ഓള് പൊട്ടത്തിയാണ്, അത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അറിഞ്ഞാൽ തന്നെ മൂപ്പരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് തീരുമാനാക്കാൻ കഴിയും. ശൈത്താൻ യുമന്നി, ശൈത്താൻ നമ്മളെ മോഹിപ്പിക്കും. ശൈത്താൻ നമുക്ക് കരാറിരും, പ്രശ്നമില്ല എന്ന് പറയും, അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയും. എന്റെ പൈസ കൊണ്ട്, എന്റെ തറവാടിത്തം കൊണ്ട്, എന്റെ വാക്ചാതുരി കൊണ്ട് ഒതുക്കാൻ കഴിയും എന്ന് പറയും. വമാ യഇദുഹുമു ശൈത്വാനു ഇല്ലാ ഗറൂറാ, ശൈത്താൻ നിങ്ങളെ വഞ്ചന മാത്രാണ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകണം. എന്താ ഗറൂർ എന്ന് പറഞ്ഞാൽ? എന്താ ഗറൂർ എന്ന് പറഞ്ഞാൽ? എന്താ നിങ്ങളെ മോഹിപ്പിച്ചിട്ട് വക്കത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ശൈത്താൻ അങ്ങോട്ട് മടങ്ങും. പെടല് നമ്മൾ മാത്രം, പൊട്ടല് നമ്മൾ മാത്രം, മാനങ്കടല് നമ്മൾ മാത്രം, ജയിലിൽ പോണ്ടത് നമ്മൾ മാത്രം, അങ്ങാടിയിലും കുടുംബത്തിലും മാനഹാനിക്ക് വിധേയമായി മരിക്കുന്നത് വരെ നമ്മുടെ മക്കളുടെ ശാപത്തിന് വിധേയമായി ജീവിക്കേണ്ടത് നമ്മൾ മാത്രം. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാൻ, മക്കളെ കാര്യം ശരിക്കും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ചോളെ, ഒരു +1 പഠിക്കുന്ന കുട്ടിയെ ഉമ്മ
മറ്റൊരാളുമായി ഫോണിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് ഉമ്മാനോട് ചോദിച്ചപ്പം ഉമ്മയൊന്നും മിണ്ടാതെന്ന എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ആൺകുട്ടിയാണുള്ളത്. അപ്പൊ ആൺകുട്ടി കഴിയില്ലേ, ആൺകുട്ടി അറിയില്ലേ എന്ന ചോദ്യത്തിന് അവളുടെ മറുപടി എന്താ അറിയോ? ഉമ്മ ഫോണ് ഓണാക്കിയിട്ട് ആ സമയത്ത് ചെറിയ മകന് കളിക്കാൻ കൊടുക്കും. മകൻ ആ ഫോണായിട്ട് ഇങ്ങനെ കളിക്കും. ഉമ്മയുമായി ബന്ധപ്പെട്ട വൃത്തികേട് ഫോണിൽ കൂടെ സംസാരിക്കും. വീട്ടിൽ പോകാൻ ഇഷ്ടല്ല മൗലവി, വീട്ടിൽ പോകാൻ ഇഷ്ടല്ല. നമ്മളെങ്ങാനും ഇവിടെ ഇരിക്കണ ഓരോരുത്തരും അറിയാൻ, നമ്മളെ 10 ഇരട്ടി അറിവ് ഫോണിനെ പറ്റി ലാപ്പിനെ പറ്റി അറിയണോലെ നമ്മളെ മക്കള്. ശരിക്കറിയണം, ഈ ഫോൺ രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചാൽ അതിന്ന് ഡാറ്റ എടുക്കാൻ കഴിയണോലെ നമ്മളെ മക്കള്. ഈ ഫോൺ രണ്ടാക്കിയാണ് മുറിച്ചാൽ അതിന്ന് ഡാറ്റ എടുക്കാൻ കഴിയണോലെ നമ്മളെ 8ാം ക്ലാസ് 7ാം ക്ലാസ് 6ാം ക്ലാസ് കുട്ടികള്. നമ്മളാകെ എന്താ ചെയ്യാറിയോ? ഉമ്മാരെ വാപ്പാരെ ഇത് ഡിലീറ്റ് ആക്കാൻ മാത്രമേ നമുക്ക് കഴിയാ. ഡിലീറ്റ് ആക്കിയ ഫയൽ 10 കൊല്ലം മുന്നേ ഡിലീറ്റ് ആക്കിയ സാധനം പുറത്ത് കിടക്കാൻ കഴിയില്ല നമ്മളെ കുട്ടികള്. അവരുടെ മുന്നിലെങ്ങാൻ എന്റെ വാപ്പ ഇങ്ങനൊരു ബന്ധമുണ്ട് എന്ന് അറിഞ്ഞാൽ, ഉമ്മ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് അറിഞ്ഞാൽ, ഒന്ന് ആ മക്കളുടെ ജീവിതത്തിൽ ബാപ്പ അമ്മ എന്നുള്ള ആദരവ് കഴിഞ്ഞു. ഓല് ചിലപ്പോ ഒരു പ്രായം വരെ വാപ്പ അമ്മ എന്ന് വിളിക്കും, പക്ഷെ മനസ്സെന്ന് കഴിഞ്ഞു. ഒന്ന്. രണ്ടെന്താ അറിയോ? ആ പ്രായത്തിൽ അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന അതേ വ്യഭിചാരം 8ലും 9ലും 10ലും +2വിലും ഹോസ്റ്റലിലും പഠിക്കുന്ന കുട്ടികളും അവിടെ നിന്ന് ചെയ്യും. നമ്മളറിയില്ല. അവരറിയാതെ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മളറിയാതെ അവരും ചെയ്യാൻ തുടങ്ങും. 3 അതിനേക്കാൾ ഗൗരവാണ്. ആ തോന്നിയാസത്തിലേക്ക് എങ്ങാനും നമ്മളെ കുട്ടിപ്പെട്ടാൽ നമ്മുടെ കുട്ടികളെ ബാക്കിയുള്ളവർ ഈ തോന്നിയാസം ചെയ്യും. നമ്മുടെ കുട്ടികളെ ഈ തോന്നിയാസം മറ്റുള്ളവർ ചെയ്യും. അത് നമ്മളറിയും, കരയും. അന്ന് നമ്മുടെ കുട്ടികൾ തിരിച്ചു ചോദിക്കും, ഉമ്മ ഇതേ തോന്നിയാസം നിങ്ങൾ ചെയ്യലില്ലേ, ഇതേ തോന്നിയാസം ബാപ്പാങ്ങൾ ചെയ്യലില്ലേ? ജീവിതമാണ് മടുക്കും കൂട്ടരെ, ജീവിതം മടുക്കും. ഇതുകൊണ്ട് അള്ള പറഞ്ഞ് അടുക്കരുത്, അടുക്കരുത്, ന്യായീകരിക്കരുത്. എന്ത് പറഞ്ഞാലും ആ മേഖലയിലേക്ക് പോകരുത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഉണ്ട് എന്നല്ല, ഉണ്ടെങ്കിൽ അവനാൻ ദുനിയാവിൽ ജീവിച്ചിരിക്കെ അപമാനിതനായി ഈ മഹലിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ബാപ്പ എന്നുള്ള സ്ഥാനത്തുനിന്ന്, ഉമ്മ എന്നുള്ള സ്ഥാനത്തുനിന്ന് അങ്ങാടിക്കാട് മുന്നിൽ അപമാനിതനായി ഈ ദുനിയാവൊന്ന് ജീവിച്ച് മരിച്ചാൽ പോകേണ്ടി വരും. ഇത് നമ്മൾ ഇന്ന് പലരും അനുഭവിക്കാൻ. സഹോദരിമാരെ, ആവർത്തിക്കുന്നു, നിങ്ങൾ ദീനുള്ളവരാണ്, തഖ്വയുള്ളവരാണ്, പള്ളിയിൽ വന്നവരാണ്, സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഹറാമായ ഒരു ബന്ധത്തെയും 2025 പുതിയ ആയത്തിറങ്ങിയിട്ടില്ല. എന്താ ഇതിന് കുഴപ്പം? എന്താ ഇരുന്നാല്, എന്താ കൈയെടുത്താല്, എന്താ പൊന്നിച്ചു പോയാല്, എന്താ ഒരു കൂൾബാറിന്നിരുന്നാല് 2025 പുതിയ ആയത്തിറങ്ങിയിട്ടില്ല. നമ്മക്ക് നമ്മളൊപ്പമുള്ള 4-5 ചങ്ങായിമാര് പറഞ്ഞിട്ടുണ്ടാവും അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇസ്ലാമിന്റെ നിയമം എന്താ അറിയോ? ഹറാമായ ഒരു ഏരിയയിലേക്ക് ചിന്തിക്കാൻ പോലും അവസരമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് പോകരുത്. പ്രവാചകന്റെ ഹദീസ് വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ വിശ്വാസികളായ നമ്മൾ അറിയാൻ വേണ്ടി പറയാൻ, തെറ്റുകളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ, കുടുംബത്തെ തിരിച്ചു കിട്ടാൻ കഴിയാതെ വന്നാൽ, ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് നമ്മൾ വിധേയമായി നമ്മൾ ഈ ദുനിയാവെന്ന് മരിക്കേണ്ടി. കാരണം അവിഹിതത്തിൽ വഞ്ചനയുണ്ട്, ചതിയുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസവഞ്ചന കാണിച്ചതുണ്ട്, കളവുണ്ട്, രഹസ്യ ജീവിതത്തിൽ തോന്നിവാസം ചെയ്തതുണ്ട്. ഇത് മുഴുവനും പടച്ചോൻ തിരിച്ചാണ് കൊണ്ടുവരും, പടച്ചോൻ തിരിച്ചു കൊണ്ടുവരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് സഹാബാക്കൾ മനസ്സിലാക്കിയ ഒരു വാചകം കൂടി പറയാൻ, ഇന്ന സിന, ആരെങ്കിലും വിവാഹത്തിന് ശേഷം തന്റെ ഭർത്താവോ തന്റെ ഭാര്യയോ അറിയാതെ ഫോണിലോ അല്ലാതെയോ ശാരീരികമായിട്ടോ എന്തായിക്കോട്ടെ ഒരു വ്യഭിചാരം അവനാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈനുൻ, അത് കടമാണ്. സഹബാക്കളെ വാക്കാട്ടോ, അത് കടമാണ്. എന്താ കടന്ന് പറഞ്ഞാൽ, ഫഇൻ ഫഅൽതഹു, നമ്മളെങ്ങാനും ആരും കാണാതെ അത് ചെയ്ത് സ്വന്തം ഭാര്യന്റെ കൂടെ ജീവിക്കുക, മക്കളെ കൂടെ ജീവിക്കുക, ഇങ്ങട്ടപ്പുറത്ത് തോന്നിയാസം ചെയ്യുക, ഇക്കാക്കാന്റെ കൂടെ ജീവിക്കുക, മക്കളുടെ കൂടെ ജീവിക്കുക, ഇങ്ങട്ടപ്പുറത്ത് തോന്നിയാസം ചെയ്യുക എങ്കിൽ ഫഇൻ ഫഅൽത്, അങ്ങനെ നമ്മൾ ചെയ്താൽ ഊതിയ ഇലൈക ഫീ അഹ്ലിക്, നമ്മുടെ കുടുംബത്തിലേക്ക് അതുപോലെ തിരിച്ചും വരും. ബാക്കി ആലോചിക്ക, ഞാനത് ചെയ്താൽ എന്റെ മരുമകനിലൂടെ ഒരു വേള അള്ളാഹ് തിരിച്ചു തരും. മരെ
നിങ്ങളത് ചെയ്താൽ അവനാന്റെ മരുമകളിലൂടെ പടച്ചോൻ അത് തിരിച്ചു തരും, പേരക്കുട്ടിയിലൂടെ പടച്ചോൻ തിരിച്ചു തരും, തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഇത് മടങ്ങും. ഇത് ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു ഖുതുബ മുഴുവനും ഇത് തന്നെ പറയണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ ദയവ് ചെയ്ത് ആ ഭാഗം എന്നേക്കുമായി അടക്കണം. എന്നേക്കുമായി ഒരു ന്യായവും പറയാതടക്കണം. ഒരു തെറ്റിനെ തെറ്റായി തന്നെ കണ്ട് അടക്കണം. എങ്കിൽ അല്ല പറഞ്ഞ മവദ്ദത്ത്, അല്ല പറഞ്ഞ റഹ്മത്ത്, അല്ല പറഞ്ഞ സക്കീനത്ത്, അല്ല പറഞ്ഞ ഖുർറത്തു ഐൻ നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും അനുഭവിക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളെ നാട്ടില് ഈ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന കുറേ സംഗതികൾ നമ്മുടെ നാട്ടിൽ ഈ സാധാരണവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഏരിയകൾ പറയാം. പെട്ടെന്ന് പറഞ്ഞു പോവാട്ടോ. എല്ലാവരും നമ്മുടെ ഈ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കേന്ദ്രീകരിച്ച് നമ്മൾ സാധാരണ നടത്തുന്ന ഈ 97 ബാച്ച്, 98 ബാച്ച്, 86 ബാച്ച്, ഇതൊന്നും ഇസ്ലാമിൽ തെറ്റൊന്നല്ല കേട്ടോ. ഒരു തെറ്റുമല്ല. പക്ഷെ അതിനോടുള്ള നമ്മുടെ സമീപനത്തിൽ നമ്മൾ അനിസ്ലാമികത വരാതെ കാത്തു സൂക്ഷിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. കാരണം ഇത്തരം റീയൂണിയനുകളിൽ നിന്ന് അവിഹിത ബന്ധങ്ങളുടെ വലിയ ഒരു മഴവെള്ളപ്പാച്ചിലുകൾ പുതിയ കാലഘട്ടത്ത് റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു പറയണു, ഇതൊരു ചുഴിയാണ്. അവിഹിതം എന്നുള്ളൊരു ചുഴിയാണ്. ഇത് നമുക്ക് മനസ്സിലാവട്ടോ. അതുകൊണ്ട് ചുഴിയാണെന്ന് പറയുന്നത്. ഇറങ്ങും വരെ നമ്മളെ ചങ്ങായിമാര് പറയും, എടാ അവിടെ ഇറങ്ങണ്ട, പെടും. ഇപ്പൊ നമ്മളെന്താ പറയാ അറിയോ? ഞാൻ എന്നെക്കാളും മുമ്പ് നീന്താൻ തുടങ്ങിയതാടാ, ഞാൻ ഈ തലക്കെന്ന് ആ തലക്ക് വരെ ഞാൻ ഞെട്ടിക്കാൻ നിൽക്കണ്ട. പക്ഷെ പെട്ടു, ചുഴിയിൽ പെട്ടടിയിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും മോൾക്കൊന്ന് കയറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കഴിയില്ല. അതാണ് വ്യഭിചാരം. വിവാഹശേഷമുള്ള വ്യഭിചാരം പ്രത്യേകിച്ച് കഴിയൂല. നമ്മുടെ മനസ്സ് ഇത്തരം സംഗതികൾക്ക് പോകുമ്പോൾ നമ്മളവിടെ എല്ലാ കൂട്ടുകാരും ഒന്നിച്ചിട്ടുണ്ടാണ്, സന്തോഷം ഉണ്ടാവണം, അതിലാണും പെണ്ണൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അതിൽ നമ്മൾക്ക് ഇസ്ലാം പറഞ്ഞ എല്ലാ മാന്യതകളും പാലിച്ച് നമ്മൾ ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, പഴയ കാലങ്ങൾ പറയുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ പിന്നീട് അവിടുന്ന് നമ്പർ വാങ്ങുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറെ വിളിക്കുക, ഓരോരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിലിങ്ങനെ വർത്താനം പറയാ. ഭർത്താവ് വരുന്ന അറിയില്ല, മൂപ്പര് ചോറെടുക്കാൻ പറഞ്ഞ ദേഷ്യമാകുക, മൂപ്പര് ഇസ്തിരി ഇട്ട് വയ്ക്കും, നിങ്ങൾക്ക് പുള്ളി സ്ഥിരി അറിയാം, എന്നിട്ട് അവിടുന്ന് ആരോടെങ്കിലും വർത്താനം പറയാ. ഇവിടുന്ന് അവനാന്റെ പെണ്ണുങ്ങളും കുട്ടികളും ഊട്ടിക്ക് ടൂർ പോകാൻ പറയുമ്പോ ഇതൊന്ന് മുണ്ടാന്ന, എന്നിട്ട് മൂപ്പര് കാണാൻ 97 ബാച്ചിലെ ടൂർ കൺവീനറായിട്ട് പിന്നെ മൂന്നാറാണോ വേണ്ടി ഊട്ടിയാണോ വേണ്ടി അതിന്റെ വലിയ ചർച്ച മൂപ്പര് നേതൃത്വം നൽകുക. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും എന്താണ്. ഒരു കാര്യം അറിയാം, ദുനിയാവിൽ പണ്ടേ ഇനി ആൾക്കാരെ പറ്റിക്കാൻ പറ്റും എന്ന് എല്ലാവർക്കും ഇത് മനസ്സിലാവും എന്താണ്. ഭാര്യക്കും മനസ്സിലാവും, ഭർത്താവിന് മനസ്സിലാവും. അവിടേക്ക് മാത്രം ഒരുങ്ങി മാത്രം പള്ളിക്കും കൂടി നല്ല ഡ്രസ് ഇടാതെ വരുന്നോ കാണാം. അന്ന് സ്റ്റിഫാൻ ഷൈനൊക്കെ ഇട്ട് മുക്കിങ്ങനെ പോവുക, അതിന്റെ ക്യാമ്പിന് മാത്രം സെറ്റപ്പായി പോവുക, എന്നിട്ട് അതിന്റെ വർത്താനം മാത്രം പറയുക, ആ വാട്സപ്പ് ഗ്രൂപ്പ് മാത്രം സജീവാകുക, അതിലിങ്ങനെ രാവിലെയും വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുക, അത് ഓല് മാത്രം ഇങ്ങനെ പോവുക. അത് തെറ്റിലേക്ക് എത്തിക്കും. ഞാൻ വീണ്ടും പറയണേ, അത് ഹറാമാന്നല്ല പറയണേ. പക്ഷേ അവിടെ നമ്മുടെ സമീപനത്തിൽ പിഴവ് പറ്റിയാൽ കുടുംബം തകരും. എത്ര കുടുംബം, തൗഹീദുള്ള കുടുംബം വരെ ഫുൾ ടൈം 86-ാം വയസ്സിലും 75-ാം വയസ്സിലും 55-ാം വയസ്സിലൊക്കെ വ്യഭിചാരം തുടങ്ങുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താ? ഉണ്ടാകരുത് സഹോദരങ്ങളെ, ശരിക്കും പറയണം, ഉണ്ടാകരുത്. എത്രയോ ഇത് ചുഴിയാന്ന് പറയാൻ കാരണം എന്താ അറിയോ? എത്ര മനുഷ്യന്മാരെ സമ്പത്ത് പോയിക്കണറിയോ? തോന്നിയാസ്തുകൾ ഇറങ്ങും എന്നിട്ട് അവനാന്റെ വീട്ടിക്ക് വരുന്ന ഇഷ്ടം ഉണ്ടാവില്ല. കാരണം എന്താണ്? അവിടെയാ സമാധാനം, ഫോണിൽ കൂടി വീട്ടിലാണ് സമാധാനം. എന്നിട്ട് ചോദിക്കണ പെണ്ണിന് എല്ലാ ഗിഫ്റ്റും വാങ്ങിക്കൊടുക്കുക, ആമസോണിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുക, ഇടക്കിടക്ക് കാണുക, ഡ്രസ്സ്, ഗിഫ്റ്റ്, ബാക്കിയുള്ള എല്ലാ സംഗതിയും. ഇവിടെ കുട്ടിന്റെ ഫീസ് വയ്ക്കുമ്പോഴത്തേന് മൂപ്പർക്ക് ദേഷ്യം, വീട്ടിൽ എത്തുമ്പോഴേക്കും മൂപ്പർക്ക് പെട്ടെന്ന് ഉറക്കം വരിക, മൂപ്പര് കയറിയ വാതിൽ കുറ്റിടുക, എല്ലാ സംഗതിയും. അവസാനം ഇതൊരു 4-5 കൊല്ലം കൊണ്ട് സകല പൈസയും അക്കൗണ്ടിൽ നിന്ന് പോയി. പിന്നെ ഊരവേദന എടുത്ത് വരുമ്പം പഴയ പെണ്ണുങ്ങളെടുത്ത് ഇങ്ങോട്ട് തന്നെ വരിക.
അതേപോലെ തന്നെ തിരിച്ചും ഇക്കാക്ക റൊമാൻറ്റിക് അല്ല, മൂപ്പര് ഫുൾ ടൈം ഇന്നെ കയറയണില്ല, ഈ പുതിയ തത്വം പറഞ്ഞു ഇങ്ങനെ. അതിന് കാക്കാനോട് വർത്താനം പറയാൻ വേണ്ടി, ഇക്കാക്ക എനിക്ക് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, നമുക്കൊന്ന് പരിഹരിച്ചാലോ എന്നാ പറയണ്ട, അത് അറിയില്ല. പിന്നെന്താ, ഈ വാദം പറഞ്ഞിട്ട് 4-5 കൂട്ടുകാർത്താളെയും കൂട്ടിയാണ്ട് ഈ വൃത്തിയെടുക്ക് പോവുക. അയാൾ എല്ലാവിധത്തിലും ഉപയോഗിച്ച് അവസാനം പൈസയും പോയി, വീഡിയോ വെച്ച് ബ്ലാക്ക്മെയിലും ചെയ്ത്, കോൾ റെക്കോർഡും ചെയ്ത്, അവനാനെ വീണ്ടും തോന്നുന്ന ഉപയോഗിച്ച് അവസാനം കുടുംബവും പെരയില്ലാതെ നരകിച്ച് ജീവിക്കേണ്ടി വരിക. ഇക്കാക്ക ഏതെങ്കിലും ബിസിനസ്സിന് അന്റെ ഒരു വള തരുമെന്ന് ചോദിക്കുമ്പോതിന് അന്ന് ഒച്ചമ്പുൾ ഇട്ടോളൂ, പിന്നെ കാണാം 12 വളയിൽ 1 മാത്രം ബാക്കിയൊക്കെ ഓന് ഊരി കൊടുത്തിട്ടുണ്ടാവും. വിശ്വാസമാണ്, 100% വിശ്വാസമാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കണ ഈ തോന്നിയാസക്ക് ഏർപ്പെടുമ്പോഴാണ് സഹോദരങ്ങളെ ഉണ്ടാകരുത്. മക്കളെ മുന്നിൽ കാണുക. എപ്പോഴും പറയണത്, കുടുംബത്തിൽ നമ്മൾ തോന്നിയാസം ചെയ്യാൻ നേരത്ത് കുട്ടിയാളെ മുഖം മനസ്സിക്കാണ് കൊണ്ടുവരിക. പടച്ചോനെ, ഓലിന്ന നാളെ ബാപ്പാന്ന് വിളിക്കാത്തൊരവസ്ഥ വന്നാൽ, ഓലിന്ന ഉമ്മാന്ന് വിളിക്കാത്തൊരവസ്ഥ വന്നാൽ, എന്റെ കുടുംബത്തിലെ ബാപ്പിയും ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ അപമാനിതനായി ഈ ദുനിയാവൊന്ന് മരിച്ചു പോകേണ്ടി വന്നാൽ, ഇന്റെ മയ്യത്ത് ഈ നാട്ടിലെ മഹല്ലിൽ കൊണ്ടുപോയി വെക്കുമ്പം നിസ്കരിക്കാൻ വരുന്ന ആൾക്കാര് എന്തിനതൊക്കെ നിസ്കരിക്കണല്ലേ എന്ന് മനസ്സിൽ തോന്നുന്നൊരവസ്ഥ ഉണ്ടായാൽ, പടച്ചോനെ വേണ്ട, ദുനിയാവിൽ ചില പരീക്ഷണം ഉണ്ടാവും, അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ സ്വർഗത്തിന് വേണ്ടി ജീവിച്ചാൽ അള്ളാഹ് എനിക്ക് സ്വർഗം തരും. അവിടേക്ക് എത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥാന്ന് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റഹ്മാനെ, കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥാന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറിയ കാലഘട്ടത്തൊക്കെ ഒരുപാട് സഹായിച്ച ആളുകൾ നാഥാ നീ അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും അംബിയാ മുർസലീങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ. റഹ്മാനെ, അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒരുപാട് പാപങ്ങൾ വന്നുപോയിട്ടുണ്ട് നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ. കാരുണ്യവാനായ നാഥ, റഹ്മാനായ നാഥ, ഗഫൂറായ നാഥ, നീ ഞങ്ങൾക്കതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റഹ്മാനെ, അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമോഹിതകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. റഹ്മാനെ, അള്ളാഹുവേ, ഫലസ്തീനിൽ, ഗസയിൽ ഞങ്ങളുടെ പാവപ്പെട്ട കുടുംബക്കാർ, ഞങ്ങളുടെ സ്നേഹിതന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ നാഥ അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്യപ്പെടുകയാണ്. റഹ്മാനായ നാഥ, അവർക്ക് അവരുടെ നാടും കുടുംബവും നാഥ നീ സമാധാനമുള്ളതാക്കി നൽകണമേ. റഹ്മാനെ, അള്ളാഹുവെ, ക്ഷമിക്കാനുള്ള കരുത്ത് നാഥ നീ അവർക്ക് പ്രദാനം ചെയ്യണമേ. റഹ്മാനെ, അള്ളാഹുവെ, അക്രമികളെ നീ പരാജയപ്പെടുത്തണമേ. റഹ്മാനെ, അക്രമികളെ നീ പരാജയപ്പെടുത്തണമേ. റഹ്മാനെ, അക്രമികളെ നീ പരാജയപ്പെടുത്തണമേ. റഹ്മാനെ, അള്ളാഹുവെ, ആ നാട്ടിലെ സാധുക്കളായ മക്കളെയും ഞങ്ങളെയും നാഥ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. റഹ്മാനെ, اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.